എല്ലാവർക്കും നമസ്കാരം. വളരെ കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഡയബറ്റിക് കീറ്റോസ് അസിഡോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, DKA എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മളിന്ന് വിശദീകരിക്കാൻ പോകുന്നത്. അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് 2014, 2016, 19, 2023, 24 കാലയളവിൽ 5 മാർക്കിന് ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഒരു പരീക്ഷയ്ക്ക് എസ്സേ ടൈപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ന്യൂമോണിക്സ് അല്ലെങ്കിൽ മെമ്മറി ടെക്നിക്സിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ അതിൻ്റെ ലെവൽ 1 mg/dL എന്ന് പറയുന്ന അനുപാതത്തിൽ താഴെ നിൽക്കേണ്ടതാണ്. കീറ്റോൺ ബോഡീസ് എപ്പോൾ ഫോം ചെയ്യുന്നു? ഫാറ്റി ആസിഡിൻ്റെ മെറ്റബോളിസം കൊണ്ടാണ് ഇത് ഫോം ചെയ്യപ്പെടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓർക്കാൻ വേണ്ടിയുള്ള ഒരു ന്യൂമോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രശ്നങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ഗ്ലൈസീമിയാണ്. ഈ DKA എന്നുള്ളത് HKA എന്ന് ആലോചിക്കുക. ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ എത്തുന്നു. അവിടെ GRBS ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും 300-ന് മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി കണ്ടെത്താൻ കഴിയാതെ വരികയും ഫാറ്റി ആസിഡ്സിനെ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഫാറ്റിനെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ മെറ്റബോളിക് എൻഡ് പ്രോഡക്റ്റായിട്ട് കീറ്റോൺ ഫോം ചെയ്യപ്പെടുന്നു. അതിനെ കീറ്റോസിസ് എന്ന് പറയാം. ഈ കീറ്റോസിസ് എന്ന് പറയുന്ന ലിവറിൽ മാത്രം സംഭവിക്കുന്ന കാര്യം ബ്ലഡിലേക്ക് വ്യാപിക്കുകയും ബ്ലഡിലെ pHൻ്റെ ലെവലിലേക്ക് കുറവ് വരികയും ചെയ്യുന്ന സാഹചര്യത്തിനെ അസിഡോസിസ് എന്ന് പറയാം. ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് മനസ്സിലേക്ക് വരേണ്ടത്. അത് ഓർക്കാനുള്ള ന്യൂമോണിക്സാണ് 3I. 3 ഐകളാണ് അതിനകത്ത് ഓർക്കേണ്ടത്. ഒന്നാമത്തെ കേസ് ഇൻസുലിൻ ഡെഫിഷ്യൻസി. ഇൻസുലിൻ്റെ കുറവ് വരുമ്പോൾ ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ഫാറ്റിനെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇൻസുലിൻ ഡെഫിഷ്യൻസിയും ഇൻസുലിൻ റെസിസ്റ്റൻസും ഇതിൻ്റെ കാരണമാണ്. ദെൻ ഇൻഫെക്ഷൻ. ഡയബറ്റിക് പേഷ്യൻസിന് ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ നിലവിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവിൽ വീണ്ടും കുറവ് വരികയും ഈ സാഹചര്യം പ്രിസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിനെ മോസ്റ്റ് കോമൺ ട്രിഗർ എന്നറിയപ്പെടുന്നു. ഇത് ഒരു MCQ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻടോക്സിക്കേഷൻ. ആൽക്കഹോള്, ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബയോകെമിസ്ട്രിയാണ്. അപ്പോൾ ബയോകെമിസ്ട്രിയിൽ തന്നെ ചോദിക്കുന്നതുകൊണ്ട് ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ വരുന്നു, ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഫാറ്റിനെ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് തന്നെ ഫാറ്റി ആസിഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു, അതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, അസറ്റൈൽ കോയെ. മനസ്സിലാക്കണം, ഇവനാണ് ഇതിൻ്റെ ഇനിഷ്യേറ്റർ, തുടക്കക്കാരൻ. ഈ അസറ്റൈൽ കോയെ അതൊരു 3A എന്ന് പറയുന്ന ഒരു ന്യൂമോണിക്സ് കൊണ്ട് ഓർക്കാൻ പറ്റും. അസറ്റൈൽ കോയെ അസറ്റോ അസറ്റേറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റായിട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഈ അസറ്റോ അസറ്റേറ്റ് എന്ന് പറയുന്നത് അസറ്റോൺ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഈ അസറ്റോൺ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കീറ്റോൺ ബോഡി എന്ന് പറയുന്ന രീതിയിലേക്ക് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ യൂറിനിൽ ചെക്ക് ചെയ്യുന്നതും യൂറിൻ അസറ്റോൺ ആണ്. യൂറിൻ അസറ്റോൺ പോസിറ്റീവ് ആണെന്ന് കാണുമ്പോഴാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ആണ് എന്ന് പറയുന്ന ഡയഗ്നോസിസ് കൺഫേം ചെയ്യപ്പെടുന്നത്. ഇതിലേക്കുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് DKA എന്ന് തന്നെ പഠിക്കാം. DKA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേഷ്യൻ്റ് ഡീഹൈഡ്രേഷനിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിയൂറിയ കൂടുതലായിട്ട് ഷുഗർ കൂടുന്നു. ആ ഷുഗറിനെ പുറത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൂടുതൽ യൂറിൻ പുറത്ത് പോകുന്നു, പേഷ്യൻ്റ് ഡീഹൈഡ്രേഷനിലേക്ക് പോകുന്നു. അതിൻ്റെ തന്നെ സിംറ്റംസ് ആണ് പോളിഡിപ്സിയ, അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ എന്നൊക്കെ പറയുന്നത്. ദെൻ കീറ്റോൺസിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ട് അസറ്റോൺസ് ഫോം ചെയ്യപ്പെടുന്നു. ഇത് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു. അവരുടെ ബ്രെത്തിലൂടെ പുറത്ത് കളയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഫ്രൂട്ടി ബ്രെത്ത് ഓർഡർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇവരുടെ റെസ്പിറേഷൻ പാറ്റേണിനകത്തൊരു വ്യത്യാസം വരുന്നു. അവിടെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണപ്പെടുന്നത്. അവരുടെ റെസ്പിറേഷൻ്റെ ഡെപ്ത് റേറ്റിനേക്കാൾ ഉപരിയായിട്ട് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഇതിനെ എലിമിനേറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതേപോലെ അസിഡോസിസ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഇത് ബ്രെയിൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് കൺഫ്യൂഷൻ, കോമ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ലിവറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഹെപ്പാറ്റോമെഗാലി എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പേഷ്യൻ്റ് പോകുന്നതുകൊണ്ട് പേഷ്യൻ്റ് അബ്ഡോമൽ പെയിൻ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഇതൊരു ഹാം ആണെന്ന് ആലോചിക്കുക. ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HAM, R അതിനകത്തില്ല.
അപ്പോൾ HAM എന്ന് പറയുന്ന ആദ്യം ഹൈപ്പർ ഗ്ലൈസീമിയയുടെ ഒരു മാനേജ്മെൻറ്റാണ് ആവശ്യമായിട്ട് വരുന്നത്. ഹൈപ്പർ ഗ്ലൈസീമിയ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഇവിടെ ഇൻസുലിൻ ബഫർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. റെഗുലർ ഇൻസുലിൻ 25% ഡെസ്ട്രോസിനകത്തോ അല്ലെങ്കിൽ 5% ഡെസ്ട്രോസിനകത്തോ ഇട്ടതിന് ശേഷം പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ അസിഡോസിസ് ഒബ്സർവേഷൻ ആണ്. അതിന് ABG അനാലിസിസിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് ഡീഹൈഡ്രേഷൻ ആൻഡ് ഹൈപ്പോകലീമിയാണ്. അതിനുവേണ്ടി IV ഫ്ലൂയിഡ്സ് ആണ് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും നോർമൽ സലൈൻ കൊടുക്കുകയും പൊട്ടാസ്യത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടി 20 മില്ലി ഇക്വലൻ്റുള്ള പൊട്ടാസ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടും മനസ്സിലാക്കിയാൽ ഈ പറയുന്ന മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് അല്ലാതെ ഏത് രീതിയിൽ പഠിച്ചാലും മറന്നു പോകും. കാരണം ഇതിനകത്ത് ന്യൂമോണിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ലോജിക്കൽ സീക്വൻസിൽ കാര്യകാരണ സഹിതമാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, താങ്ക് യു.